ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ട പടത്തിൽ മോഹൻലാൽ ഇഷ്ടപ്പെട്ടു. കൊള്ളാം, കുഴപ്പമില്ല. എന്താണ് പടത്തിൽ ഇഷ്ടപ്പെട്ടത്? ഇഷ്ടപ്പെട്ടത് കൊള്ളാം, എൻഗേജിങ് ആണ്. ഇടയ്ക്ക് ചെറിയ ലാഗ് കൊണ്ട് കൊള്ളാം. നല്ല പടം. ലാലേട്ടൻ മമ്മൂക്കൊക്കെ സൂപ്പർ. ഇങ്ങനെയുണ്ടായിരുന്നു നല്ല പടം. ലാലേട്ടൻ മമ്മൂക്കൊക്കെ അടിപൊളി. ലാലേട്ടൻ മമ്മൂക്ക രണ്ടുപേരും കൊള്ളാം. പൊന്നെ ബ്രോ, നല്ല പടമാണ് ബ്രോ, നല്ല പടമാണ്. ഈ ആവശ്യമില്ലാത്ത ഡിഗ്രേഡ് വേണ്ട ബ്രോ. അന്ന് പടം കാണാൻ നല്ല പടമാണ്. ഒരു ഹോളിവുഡ് രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. മമ്മൂട്ടി ആയാലും മോഹൻലാലും എല്ലാവരും നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ആകെയുള്ള ഒരു ഇതുള്ളതെന്ന് വെച്ചാൽ മമ്മൂട്ടിക്ക് നല്ലൊരു എൻട്രി കൊടുത്തിട്ടില്ല. അത് ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. കാരണം മമ്മൂട്ടിക്ക് അത് എൻട്രി കൊടുത്തിട്ടില്ല. മോഹൻലാൽ അടിപൊളി അഭിനയിച്ചിട്ടുണ്ട്. ഫഹദ് ഫാസിലായാലും കുഞ്ചാക്കോയായാലും നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു പടമാണ് ബ്രോ. ബ്ലാസ്റ്റ് വലിയ രീതിയിലോട്ട് ബ്ലാസ്റ്റ് ആയില്ല. ഈ ആവശ്യമില്ലാത്ത എക്സ്പെക്റ്റേഷൻസ് കൊടുത്ത് വരരുത്. മമ്മൂട്ടി മോഹൻലാൽ ആ ഒരു മാസ് എക്സ്പെക്റ്റേഷൻസ് കൊടുത്ത് വരരുത്. ഉണ്ട് 2-3 സീൻസിലൊക്കെ ഉള്ളൂ, അല്ല ഓവറായിട്ട് എക്സ്പെക്റ്റേഷൻസ് കൊടുത്ത് വരരുത്. എക്സ്പെക്റ്റേഷൻ ഒരു നോർമൽ മഹേഷ് നാരായണൻ ഫിലിമാണല്ലേ? നോർമൽ മഹേഷ് ആണെന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുറച്ചും കൂടി ഒരു പഞ്ച് രീതിയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും പെർഫോമൻസ് നല്ലതാണ്. നല്ലോണം എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാവരും നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി മൂവിയായിരുന്നു. എങ്ങനെയാണ് ലാലേട്ടൻ മമ്മൂക്കൊക്കെ അഭിനയം? സൂപ്പറായിരുന്നു, നന്നായിരുന്നു. മോഹൻലാലൊക്കെ വളരെ സ്റ്റൈലിഷ് ആയിരുന്നു. ഡയറക്ഷനൊക്കെ എങ്ങനെയാണ് മഹേഷ് നാരായണൻ? ഡയറക്ഷനും വളരെ വ്യത്യസ്തമായിരുന്നു. നല്ല ഒരു ഹോളിവുഡ് മൂവി പോലെ ഉണ്ട്. ഒരു വ്യത്യസ്തമായിട്ടുള്ള കണ്ടന്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മുടെ ഹോളിവുഡ് മൂവി പോലെ തന്നെ. ലാലേട്ടൻ മമ്മൂക്ക സൂപ്പർ. രണ്ടുപേരും തകർത്തോ? നന്നായിട്ടുണ്ട്. സൂപ്പർ സിനിമ, നല്ല കിട്ടില്ല സിനിമ, അടിപൊളിയായിട്ട് അഭിനയിച്ച് നല്ല പടമാണ്. കൊള്ളാം, രണ്ടുപേരും ഓക്കെ ഉണ്ട്. നല്ല ഫിനിഷ്. കുഴപ്പമില്ല, നൈസാണ്. ഫസ്റ്റ് ഹാഫ് നൈസാണ്. നോർമൽ ക്ലാസ് പടമാണല്ലേ? നോർമൽ ക്ലാസ് പടമാണ്. നല്ല സൂപ്പർ പടമാണ്. അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? നല്ല സൂപ്പർ. ഓക്കെ ആയിരുന്നു. ലാലേട്ടൻ മമ്മൂക്കൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലായിരുന്നു. വൺ ടൈം വാച്ചാ. സ്റ്റാൻഡേർഡാണ്, മാസമൊന്നുമല്ല, സ്റ്റാൻഡേർഡ് പടമാണ്. കുഴപ്പമില്ല, ആവറേജ്. രണ്ടുപേരും എങ്ങനെയുണ്ട്? ലാലേട്ടൻ മമ്മൂക്ക നൈസായിരുന്നു. നല്ല പടമാണ്. നല്ല എങ്ങനെയുണ്ട് രണ്ടുപേരും അഭിനയം? അഭിനയം വൈസ് എല്ലാം നല്ലതാണ്. ശരിക്കും ഒരു ബ്രില്യൻ്റ് എക്സിക്യൂഷൻ എന്ന് പറയാം. ഞാൻ ഈ പടത്തെ പറ്റി കുറച്ചുകൂടി നെഗറ്റീവ് കേട്ടിട്ടാണ് വന്നത്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര നല്ല പടമാണ്. ഇപ്പം മഹേഷ് നാരായണൻ്റെ ഇപ്പോൾ ഒരു ടേക്ക് ഓഫ് ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ആ ഒരു ലെവല്, ആ ഒരു പടം എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് എനിക്ക് ഭയങ്കര എൻഗേജിങ് ആയിട്ടാണ് പടം തോന്നിയത്. കുഴപ്പമില്ല. ലാലേട്ടൻ മമ്മൂക്കൊക്കെ ചേർക്കില്ല. മമ്മൂക്കൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ലാലേട്ടൻ്റെത് കുറച്ചുകൂടെ ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു. ലാലേട്ടൻ വേണ്ടിയിരുന്നില്ല, കുറച്ചുകൂടെ നല്ല ക്യാരക്ടേഴ്സ് പ്രതീക്ഷ വരുന്നത്. നോർമൽ പടമാണല്ലേ? കുഴപ്പമില്ല, ആവറേജ് പടം. പക്ഷേ ഇവരൊക്കെ വന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യും, അത്രേ ഉള്ളൂ. കുഴപ്പമില്ല, കണ്ടിരിക്കുക. മോഹൻലാലിന് നല്ലൊരു ഇത് കൊടുത്തിട്ടുണ്ട്, പ്രശ്നമൊന്നുമില്ല. രണ്ടാളും ഒരു മാസമൊക്കെ പ്രതീക്ഷിക്കില്ല, അതൊന്നും ഇല്ല കേട്ടോ. ക്ലാസ് പടമാണ്, കണ്ടിരിക്കുക. വൺ ടൈം വാച്ച്. 3.5 മണിക്ക് കുഴപ്പമില്ലാണ്ട് പോയി കണ്ടിരിക്കുക. ഞാൻ ഓവർ വൃത്തിയായിട്ടാണ് പ്രതീക്ഷിച്ച് വന്നത്. പക്ഷെ എനിക്ക് കുഴപ്പമില്ലാണ്ട് ഇഷ്ടപ്പെട്ടു. 100 കോടി അടിക്കുമെന്ന് ഡൗട്ടാണ്, പക്ഷെ എന്നാലും നോക്കാം. ബഡ്ജറ്റ് ഉണ്ടല്ലോ, എന്തായാലും കിട്ടേണ്ടതാണെന്ന് വിചാരിക്കുന്നു. പെർഫോമൻസ് അടിപൊളിയാണ്. മമ്മൂട്ടിയാണ് മെയിൻ ഹീറോ, മമ്മൂട്ടിയാണല്ലോ. അപ്പം എന്തായാലും മമ്മൂട്ടിയുടെ പെർഫോമൻസ് അടിപൊളി തന്നെയായിരുന്നു. പാസാണ് വില്ലൻ പോലെയാണ്. നെഗറ്റീവ് അടിക്കാൻ മാത്രം ഇല്ല, കുഴപ്പമില്ല. മോഹൻലാലിന് ഒക്കെ പറയുന്നില്ലേ, അത്ര ഒന്നുമില്ല. മോഹൻലാൽ നല്ലൊരു ഇത് കൊടുത്തിട്ടുണ്ട്, കുഴപ്പമൊന്നും ഇല്ലാണ്ട്. അല്ലാണ്ട് വെറുതെ ഫാൻസ് വെറുതെ അടിയുണ്ടാക്കണം, അത് നോക്കേണ്ട ആവശ്യം. ഞാൻ മോഹൻലാൽ ഫാൻ, എനിക്ക് ഇഷ്ടപ്പെട്ടു. സംഭവം വൺ ടൈം വാച്ച്. രണ്ടാമത് തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ മോഹൻലാലിന് കുറച്ച് ഇതായിപ്പോയി. ബാക്കി ഒരു ഏവറേജിന് മേലെയാണ് എന്തായാലും. മോശം. ഫഹദ് അടിപൊളിയായിരുന്നു. നല്ല കണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള മൂവിയായിരുന്നു. വലിയ ഇഷ്യൂ ഒന്നും പറയാനായിട്ടൊന്നുമില്ല. ഭയങ്കര നെഗറ്റീവ് റിവ്യൂ കേട്ടിട്ടാണ് വന്നത്, പക്ഷേ അത്രയ്ക്കുള്ള പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല മൂവിക്ക്.